എമ്പുരാൻ ചിത്രത്തിന് എവിടെയാണ് വിള്ളൽ വീണത്? വമ്പൻ പ്രതീക്ഷയോടുകൂടെയാണ് ഇന്നലെ ഓരോ പ്രേക്ഷകനും സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തിയത്. അതിനുള്ള പ്രധാന കാരണം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ട്. പൃഥ്വിരാജും മോഹൻലാലും കൈകോർക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഓരോ പ്രേക്ഷകനും ഈ ഒരു സിനിമയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചത്. ടൊവിനോ തോമസും മഞ്ജു വാര്യറും മോഹൻലാലും പൃഥ്വിരാജും എല്ലാവരും ഒന്നിക്കുമ്പോൾ ത്രൂ ഔട്ട് ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകന് സമ്മാനിക്കുമെന്നുള്ള തോന്നൽ തന്നെ ഓരോ വ്യക്തിക്കും ഉണ്ടായിരുന്നു. അത് കൂട്ടി ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും എല്ലാം പുറത്തു വന്നത്. ഒട്ടനവധി വിദേശ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. 150 കോടിയോളം ബഡ്ജറ്റിൽ മലയാളത്തിൽ നിന്നും ഗംഭീരമായിട്ടുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ള സിനിമ വരുന്നു. KGF-ഉം ബാഹുബലി സിനിമകളെല്ലാം ഇവിടെ ആഘോഷിക്കപ്പെട്ടപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയെ ഉയർത്തിക്കാണിക്കുന്ന ഒരു തീയായിട്ട് തന്നെയായിരിക്കും എമ്പുരാൻ എന്ന് ഓരോ പ്രേക്ഷകനും ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പ്രീസെയിലിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരിക്കലും 99% പ്രേക്ഷകനും ഈ ഒരു സിനിമ ചെറിയൊരു നെഗറ്റീവ് വരുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം ഈ ഒരു സിനിമ കൊണ്ടുവരുമെന്നും മലയാള ഫിലിം ഇൻഡസ്ട്രിയെ അതർ ലാംഗ്വേജുകാരും ചർച്ചയാക്കുമെന്നുള്ളത് 99% പ്രേക്ഷകനും പൃഥ്വിരാജിൽ വിശ്വസിച്ചു. അങ്ങനെയാണ് ഓരോ പ്രേക്ഷകനും അല്ലെങ്കിൽ ഓരോ ലാലേട്ടൻ ഫാൻസും ഈ ഒരു സിനിമ കാണാൻ രാവിലെ 6 മണിക്ക് തന്നെ തിയേറ്ററിലേക്ക് എത്തിയത്. ഗംഭീരമായിട്ട് തുടങ്ങിയ സിനിമ ആദ്യത്തെ അരമണിക്കൂർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാണുന്ന സമയത്ത് ഇത് മലയാള സിനിമ തന്നെയാണോ എന്ന് ചോദിച്ചു പോകുന്ന വേറെ ലെവൽ മേക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ പതിയെ സിനിമയുടെ ചലനങ്ങൾ നിന്നു പോകുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥ വരെ എത്തി. ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി വീണ ഭാഗം എന്ന് പറയുന്നത് ലാലേട്ടന്റെ ഇൻട്രോ സീനിനായിരുന്നു. അത് ഗംഭീരമാണെന്നാണ് ഓരോ പ്രേക്ഷകനും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ക്ലൈമാക്സ് ഒക്കെ അടുക്കുന്ന സമയത്ത് സിനിമ അത്രയും ഫാസ്റ്റോ മൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. ഓവറോൾ സിനിമ നോക്കുന്ന സമയത്ത് ഒരു വാച്ചബിൾ അനുഭവം, ഒരു ആവറേജ് മൂവി. ലൂസിഫർ എന്ന സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്ന് നിൽക്കുന്ന ഒരു സിനിമ അനുഭവമാണ് എമ്പുരാൻ പ്രേക്ഷകന് സമ്മാനിച്ചത്. 6 മണിക്കൊക്കെ ഒരു ഫാൻസ് ഷോ വെച്ചിട്ട് തിയേറ്റർ ആഘോഷമാക്കാൻ വകുപ്പുള്ള വലിയ മൂവ്മെന്റുകൾ സിനിമയിൽ ഇല്ലായിരുന്നു എന്നാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകൻ പറഞ്ഞത്. നമ്മൾ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിലേക്ക് എത്തിയത്. എന്നാൽ ലാലേട്ടനെ വേണ്ട വിധം യൂസ് ചെയ്യുന്ന ഒരു മൂവി ആയിരുന്നില്ല എമ്പുരാൻ. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ ലാലേട്ടന്റെ കട്ട ഫാനാണ് പോലും. അദ്ദേഹത്തിന് ആകെ 5 ഡയലോഗ് പോലും ചിത്രത്തിൽ ഇല്ല എന്നൊക്കെയാണ് കണ്ടിറങ്ങിയ പ്രേക്ഷകൻ ഈ ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങേർക്ക് അയിഞ്ഞാടാനുള്ള സ്ക്രീൻ സ്പേസ് വേണം. അത് ഈ ഒരു സിനിമയിലില്ല. ലാലേട്ടന് സ്ക്രീൻ ടൈം വളരെ കുറവാണ് എന്നൊക്കെയാണ് ഓരോ പ്രേക്ഷകനും ലാലേട്ടൻ ഫാൻസ് സിനിമ കണ്ടിറങ്ങിയ ശേഷം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഞാനും വിശ്വസിക്കുന്നത് അതാണ് സിനിമക്ക് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ചെറിയൊരു നെഗറ്റീവ് വരാനുള്ള പ്രധാന കാരണം. ഞാനും കാലിക്കറ്റ് മല്ലിക തിയേറ്ററിൽ നിന്നും ചിത്രത്തിന്റെ പബ്ലിക് റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് ഇറങ്ങി വരുന്ന പ്രേക്ഷകൻ ആരും ഈ ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ കൂട്ടാക്കുന്നില്ല. 1-2 ആൾക്കാർ കണ്ടിരിക്കാം നല്ല സിനിമ എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും തല താഴ്ത്തി ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജിനു എൻട്രി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോ ഉണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അത്രയും മോശം സിനിമ ഒന്നുമല്ല, തിയേറ്ററിൽ വിജയിക്കേണ്ട സിനിമ തന്നെയാണ്. പക്ഷേ വലിയ എക്സ്പെക്ടേഷൻ പ്രേക്ഷകനുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസിന്. നമ്മുടെ മലയാളത്തിൽ നിന്നും ഗംഭീരമായിട്ടുള്ള വലിയ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറണം. അതർ ലാംഗ്വേജുകാർക്ക് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി കാണിച്ചു കൊടുക്കണം എന്നുള്ളതൊക്കെ ലാലേട്ടൻ ഫാൻസിന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. ലാലേട്ടന് ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കുന്ന ഒരു സിനിമ കിട്ടിയിട്ട് ഒട്ടനവധി നാളായിട്ടുണ്ട്. അതിനുള്ള നല്ലൊരു മറുപടി തന്നെ ആയിരിക്കണം എമ്പുരാൻ എന്ന് ഫാൻസിന് നിർബന്ധം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനത്തെ കളക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമൊക്കെ തന്നെയായിരുന്നു എമ്പുരാൻ മൂവി. പക്ഷേ അവർക്ക് ലാലേട്ടന് അയിഞ്ഞാടാനുള്ള സ്പേസ് ഇല്ലാതെ വന്നപ്പോൾ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ആവറേജ് മൂവി പോരാ എന്നുള്ളൊരു അഭിപ്രായം വന്നു. ഓവറോൾ ഇപ്പോൾ സിനിമ നോക്കുന്ന സമയത്ത് തരക്കേടില്ലാത്ത മികച്ച രീതിയിൽ തന്നെയാണ് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുന്ന സമയത്ത് 2ാമത്തെ ദിവസവും 1ാമത്തെ ദിവസവുമായ ഇന്നലെയും നല്ല രീതിയിൽ സിനിമ റിവ്യൂ വന്നതിന് ശേഷവും മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഇന്നലെ രാവിലെ വന്ന ആ ഒരു നെഗറ്റീവിനെ എല്ലാം ഓവർകം ചെയ്തിട്ട് ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ പോകുന്നത്. നല്ല കളക്ഷൻ കാര്യങ്ങളെല്ലാം വേൾഡ് വൈഡിൽ നിന്ന് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ചില സിനിമയ്ക്ക് മാത്രമേ ഫാൻസ് ഷോ അനുവദിക്കാവൂ എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഫാൻസ് ഷോയിൽ നിന്ന് വരെ നെഗറ്റീവ് വരും എന്നുള്ളതിന്റെ
ലേറ്റസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന മൂവി. അല്ലാതെ ഈ പറയുന്ന പോലെ കണ്ടിരിക്കാൻ പറ്റാത്ത മലങ്കൾട്ട് ആറും ബോറൻ മൂവിയോ ഒന്നല്ല എമ്പുരാൻ മൂവി. കിടിലൻ മേക്കിങ്ങിൽ കിടിലനായിട്ട് എടുത്തു വെച്ച തരക്കേടില്ലാത്ത ക്ലാസ് ആൻഡ് മാസ് എലമെന്റ്സ് നിറഞ്ഞ ഒരു മൂവിയാണ് എമ്പുരാൻ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ആദ്യത്തെ നെഗറ്റീവിനെ എല്ലാം തുടച്ചു നീക്കി നല്ല രീതിയിൽ റൺ ചെയ്യുകയാണ് എമ്പുരാൻ. കൂടുതൽ വിജയങ്ങളിലേക്കും കളക്ഷനിലേക്കും ചിത്രം എത്തപ്പെടട്ടെ. ഓക്കെ, ബൈ.